സദനം മദർ തെരേസ തൻ വിദ്യാഭവനം ആനന്ദമാരോടും പാവന സദനം മദർ തെരേസ തൻ വിദ്യാഭവനം ജാതി മതാതി ഭേദമില്ലിവിടെ മോദമോടുന്നാൽ വാഴും ഭവനം ജാതി മതാതി ഭേദമില്ലിവിടെ മോദമോടുന്നാൽ വാഴും ഭവനം വിജ്ഞാന സൂനങ്ങൾ വിടർന്നു നിൽക്കും വിദ്യാനികേതേ പ്രാർത്ഥനാ ജനികൻ സച്ചിദാനന്ദനി സർകൃപമാധുരി മക്കളിലെന്നും ചൊരിഞ്ഞിടേണം സത്യവും നീതിയും ഭക്തി വിനയവും സദ്ഗുണസമ്പൽ സമൃദ്ധിയും നൽകണേ ദൈവമേ നിൻ പരിപാവന സ്നേഹം മക്കളിലെന്നും ചൊരിയണേ നിത്യം ആനന്ദമാരോടും പാവന സദനം മദർ തെരേസ തൻ വിദ്യാഭവനം. നമസ്കാരം. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. ഭാരതത്തിൻ്റെ പൗരാണിക പാരമ്പര്യത്തിൻ്റെ വിലമതിക്കാനാവാത്ത സംഭാവനയാണ് യോഗ. ആരോഗ്യമുള്ള ശരീരമാണ് ആരോഗ്യമുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞ ഋഷിവര്യന്മാരാണ് യോഗ വികസിപ്പിച്ചെടുത്തത്. ഭാരതത്തിൽ ഉത്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റം ലക്ഷ്യമിടുന്നു. യോഗ കേവലം ഒരു വ്യായാമമല്ല, മറിച്ച് നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ്. ഒരു മനുഷ്യൻ്റെ ആരോഗ്യപരവും വ്യക്തിപരമായ വളർച്ചയിലേക്ക് നയിക്കുന്ന സമഗ്രമായ സമീപനമെന്ന നിലയിൽ യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നത് ലോകജനതയുടെ ആരോഗ്യം വളർത്താൻ ഗുണകരമെന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രതീക്ഷയോട് ഇന്ന് മദർ തെരേസ വിദ്യാലയവും പങ്കുചേരുകയാണ്. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഓൺലൈനായി സംഘടിപ്പിക്കുന്ന ഈ യോഗ ദിനാചരണ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുക മദർ തെരേസ ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ജെയിംസ് കുട്ടി സാറാണ്. സ്കൂളിൻ്റെ സർവോത്മുഖമായ വളർച്ചയിൽ ഏറെ തൽപരനായ ഞങ്ങളുടെ പ്രിയങ്കരനായ ജെയിംസ് കുട്ടി സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക ഞങ്ങൾക്ക് പ്രിയങ്കരനായ ദുർഗാപ്രസാദ് സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുക പ്രശസ്ത ഫിലിം സ്റ്റാർ അമല റോസ് കുര്യനാണ്. അമല റോസ് കുര്യനെ ഈ യോഗത്തിലേക്ക് മദർ തെരേസ കുടുംബത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. മുഖ്യപ്രഭാഷകനായി ഇന്നേ ദിനം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ വി വെല്ലിമുരുകൻ അവർകളാണ്. കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന വെല്ലിമുരുകൻ സാറിനെ അത്യാദരപൂർവ്വം മദർ തെരേസ വിദ്യാലയം അണിയിച്ചൊരുക്കുന്ന ഈ ഓൺലൈൻ യോഗ ദിനാചരണ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു. കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ മാറ്റ് ഒരു പിടി കൂട്ടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളെയും തങ്ങളുടെ വിലയേറിയ സാന്നിധ്യം കൊണ്ട് ഈ ഒരു വേദിയെ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഏറെ പ്രിയങ്കരരായ ഞങ്ങളുടെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെയും മദർ തെരേസയുടെ വളർച്ചയിൽ ഓരോ നിമിഷവും ഞങ്ങൾക്ക് കൈത്താങ്ങായി നിൽക്കുന്ന പ്രിയങ്കരരായ ഞങ്ങളുടെ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളുടെ കുടുംബാംഗങ്ങളെ, അഭ്യുദയകാംക്ഷികളായ ഏവരെയും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട ജോച്ചൻ അച്ഛനെയും സോജി അച്ഛനെയും ഈ ഒരു മീറ്റിങ്ങിൻ്റെ സംഘാടകൻ കൂടിയായ സനീഷ് അച്ഛനെയും എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ള ഒരു ശരീരം, ആരോഗ്യമുള്ള ഒരു ജീവിതം നമുക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നേരുന്നു. വൈദികരെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഭാരതത്തിൽ ഉത്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റം ലക്ഷ്യമിടുന്നു. ആരോഗ്യത്തിനും ജീവിത സൗഖ്യത്തിനുമായി പൗരാണിക ഭാരതം വരദാനമായി പകർന്നു നൽകിയ അറിവാണ് യോഗ. ലോകത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ള പഠനങ്ങളിലൂടെ യോഗയുടെ ഗുണഫലങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിന്റെ ആക്കം കുറയ്ക്കുവാൻ യോഗയ്ക്ക് സാധിക്കുന്നു. ഒരു പരിധിവരെ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഭാഗമായി യോഗ മാറിക്കഴിഞ്ഞു. യോഗ വെറും ശാരീരിക വ്യായാമങ്ങളോ ആസനങ്ങളോ മാത്രമല്ല, ശരീരം, മനസ്സ്, ആത്മാവ്, പ്രപഞ്ചം എന്നിവയെ സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും ചിന്താരീതിയിലും നിലപാടിലും വലിയ വ്യത്യാസമുണ്ടാക്കുന്നു. 2014 സെപ്റ്റംബർ 27 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ആശയമാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അംഗീകരിക്കപ്പെട്ടു. രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ, മാനസിക സംഘർഷം എന്നുവേണ്ട ഇന്നുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും യോഗ ഒരു പരിഹാരമാണ്. വിവിധ രാജ്യങ്ങളിൽ യോഗാ ദിനം അതീവ പ്രാധാന്യത്തോടെ ആചരിക്കുന്നു. നമുക്കും യോഗ ചെയ്യുന്നത് ഒരു ശീലമാക്കാം. മനസ്സിനെ ശാന്തതയിലെത്തിക്കുവാൻ യോഗയിലൂടെ സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാനായാൽ രോഗങ്ങളെയും നിയന്ത്രിക്കും. യോഗാ ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട എച്ച്.എം. ശ്രീ ജെയിംസ് കുട്ടി സാർ, ഭാരതീയ യൂണിവേഴ്സിറ്റിയിലെ കായിക അധ്യാപക വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ വള്ളിമുരുകൻ സാർ, ബഹുമാന്യരായ വൈദികർ, രക്ഷകർത്താക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. ഈ ദിനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ നിങ്ങളുമായിട്ട് വിശദമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കാതെ യോഗ എന്ന പദം എങ്ങനെ കടന്നു വന്നു എന്ന് നമുക്ക് നോക്കാം. യുജ് എന്ന ധാതുവിൽ നിന്നാണ് യോഗ എന്ന പദം കടന്നു വന്നത്. സമഞ്ജസമായ സമ്മേളനം എന്നാണ് അവയുടെ അർത്ഥം. അപ്പോൾ ഏതിൻ്റെയൊക്കെയായ സമഞ്ജസമായ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം, ആത്മാവ്, മനസ്സ് എന്നീ 3 ഭാഗങ്ങളെ കൃത്യമായ തോതിൽ അനുപാതത്തിൽ ചേർക്കുമ്പോഴാണ് ചില മാറ്റങ്ങൾ മനുഷ്യനിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവൻ്റെ വെൽനെസ് ഉണ്ടാകുന്നു എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി അദ്ദേഹം കണ്ടുപിടിച്ചപ്പോൾ തൻ്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം തന്നെ നമുക്ക് എന്ന് പറഞ്ഞു തന്നു എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉയരത്തിലേക്ക് എത്താൻ കഴിയും. ഇതിനൊക്കെ ഉള്ള ഒരു പുസ്തക രൂപത്തിലാക്കിയതാണ് അഷ്ടാംഗ യോഗ. എനിക്ക് തോന്നുന്നത് ഭാരതം ലോകത്തിന് നൽകിയ വിലയേറിയ ഒരു സമ്മാനമാണ് അഷ്ടാംഗ യോഗ. അപ്പോൾ ഈ പേര് പോലെ തന്നെ അതിൻ്റെ അകത്ത് 8 കാര്യങ്ങൾ ചേരുന്നുണ്ടെന്നാണ് പറയുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം തുടങ്ങിയ അങ്ങനെ പോകുന്നു 8 ഘടകങ്ങൾ. അപ്പം അവയെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ അറിവ് നമ്മളെ കൃത്യമായ വെൽനെസ്സിലേക്ക് അഥവാ സൗഖ്യത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ കഴിയും. ഇന്ന് നമുക്കറിയാം, ഇന്ന് മത്സരത്തിൻ്റെ ലോകമാണ്, പിരിമുറുക്കത്തിൻ്റെ ലോകമാണ്. ഒന്നിനും സമയം കിട്ടാത്ത ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക.
അപ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്ക് കുറച്ച് മസിൽ പവർ വേണം, എന്നൊരു യോഗ ചെയ്ത്. അങ്ങനെ ഉണ്ടാകുന്ന തെറ്റാണ്. ഏത് പ്രായക്കാർക്ക് ഏത് അവസ്ഥയിലും ഇരിക്കുന്നവർക്കും ചെയ്യാവുന്ന കൃത്യമായ നിഷ്ഠയോടെ അനുഷ്ഠാനത്തോടെ അഥവാ ഒരു ധ്യാനത്തോടെ ചെയ്യാവുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് നടക്കുന്ന ശാരീരിക വ്യായാമങ്ങൾ കേവലം അത് ഫിസിക്കൽ, അത് ബാഹ്യമായ ഒന്നിൽ മാത്രമേ ഉണ്ടാകൂ. അതിലൂടെ നമുക്ക് കൃത്യമായൊരു സൗഖ്യം നമുക്ക് ലഭിക്കുന്നില്ല. അതിന് പറ്റിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന AC മുറികളിൽ കിടന്നുറങ്ങുന്നവർക്ക് ചിലർക്ക് ഉറക്കം വരുന്നില്ല. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് ഉറക്കം വരുന്നു. എന്താ അതിന് കാരണം? ആന്തരികമായ സൗഖ്യം അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് യോഗയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഇന്ന് WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അവരുടെ പുതിയ ആരോഗ്യ പരിപാലനം അനുസരിച്ച്, അല്ലെങ്കിൽ ആരോഗ്യ നിയമം അനുസരിച്ച് സാമൂഹികവും മാനസികവും ശാരീരികവും ആത്മീയവുമായ ആരോഗ്യമാണ് ശരിയായ ആരോഗ്യമെന്ന് അവർ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് ബാഹ്യമായ എക്സസൈസ് കൊണ്ട് നടക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇന്ന് ധൃതി പിടിച്ചു കൊടുത്ത ഈ കാലഘട്ടത്തിൽ ആന്തരിക സൗഖ്യത്തിനൊന്നും നമുക്ക് നേരമില്ല. ചിലരിങ്ങനെ അമിതമായിട്ട് ഉത്കണ്ഠ കാണിക്കുന്നത് കാണാം. ഇതിനൊന്നും മരുന്ന് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ നിവൃത്തി മാർഗ്ഗമേ ഉള്ളൂ, കൃത്യമായ ചലനം ശരീരത്തിനുണ്ടാകും. അതിനാണ് പ്രാണായാമം നമ്മളെ സഹായിക്കുന്നത്. കൃത്യമായ രീതിയിൽ ശ്വസനഗതി താളാത്മകമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കി മാറ്റുകയും നമ്മളെ അപ്ലിഫ്റ്റ് അഥവാ വെൽനെസ്സിലേക്ക്, നമുക്ക് ശരിയായ വെൽനെസ്സിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നും യോഗശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാത്തിനും ഒരു കൺസൾട്ടൻ്റുള്ള കാലമാണ്. നമുക്കറിയാം, അതായത് ടാക്സ് ഒരു പ്രശ്നം ഉണ്ടായാൽ, അല്ലാതെ സാമ്പത്തിക പ്രശ്നം ഉണ്ടായ ഉടനെ ടാക്സ് കൺസൾട്ടൻറ്റിനെ കാണുകയാണ്. വാഹനത്തിനൊരു പ്രശ്നം ഉണ്ടായ ഉടനെ ഓട്ടോ കൺസൾട്ടൻറ്റിനെ കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കൃത്യമായ ഒരു ഗുരുവിനെ, അതായത് കൺസൾട്ടൻറ്റിനെ കാണണം? അപ്പോൾ അങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഭാഗ്യം കൊണ്ടും പിന്നെ നമ്മുടെ ബഹുമാന്യനായ കായിക അധ്യാപകനായ എൻ്റെ പ്രിയ സുഹൃത്തുവായ നമ്മുടെ ബഹുമാന്യനായ സനീഷ് അച്ഛന് എൻ്റെ പ്രയത്നത്താൽ വിശ്വവിഖ്യാതമായ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലെ കായിക വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറെ തന്നെയാണ് നമുക്കിന്ന് ഗുരുവായിട്ട് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം യോഗയെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരും. ആ പ്രതീക്ഷയോടെ യോഗാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നതോടൊപ്പം തന്നെ ഈ യോഗം ഔദ്യോഗികമായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ അമല റോസ് കുര്യൻ. ചേർത്തല മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിലെ എല്ലാ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്കും മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ യോഗാ ദിനാശംസകൾ. യോഗ ചെയ്യാം, ആരോഗ്യം നേടാം. Very good morning to one and all. In this Yoga Day celebration, I would like to
demonstrate 10 mudras and also explain about the benefit of mudras. What is mudra? Mudra means seal or signature. Our 5 fingers have 5 elements. For example, thumb reflects fire, index finger reflects air, the middle finger reflects August or sky, ring finger reflects the land, little finger reflects the water contents. One finger touch other one finger, that is give different types of energy to our body. Now I am going to demonstrate the mudras one by one. The first mudra is Chin Mudra. The tip of the index finger touch the tip of the thumb, other 3 fingers are stretched out. Keep the fingers upon your thigh. That is called as Chin Mudra. During the time of meditation, you do this Chin Mudra, you may get good concentration power and memory power and relax the tension and anxiety. And also this mudra relieve you from the insomnia problems. The second mudra is Chinmaya Mudra. The tip of the index finger touch the tip of the thumb, other 3 fingers are touch the palms. This is Chinmaya Mudra. The Chinmaya Mudra stimulate our digestive system and also give the energy to the body. The next mudra is Varna Mudra. The little finger touch the tip of the thumb, other 3 fingers are stretched out like this. This is called as Varna Mudra. These mudras are you practice during the time of walking or sitting or watching TV. You may practice anywhere and anytime. The benefit of Varna Mudra, it gives water balance in our body. It cures the sweating problem in the palms or our foot. So this is best for balance the water content in our body. The next mudra is Vayu Mudra. The tip of the index finger touch the base of the thumb. The thumb touch the index finger. Other 3 fingers are stretched out. This is called as Vayu Mudra. Benefit of Vayu Mudra: the joint pain are relieved. It gives blood circulation to our body, cure the constipation problems, and also air circulation also give this Vayu Mudra to our body. Then Adi Mudra. This is called as Adi Mudra. This is Adi Mudra. You simply keep these hands under your abdomen. This mudra relax our nervous system, reduce the snoring problems. The next one is Linga Mudra. This is very best mudra for increase the oxygen level in our body. Just you interlock your fingers, the right thumb stretch out,
This is called as Lingamudra. This Lingamudra gives heat to your body and also give the oxygen level, increase the oxygen level to your lungs. The next one is Abana Vayu Mudra. There are 10 Vayus in our body: Pranan, Abanan, Vyanan, Udanan, Samanan, Kurman, Nagan, Kiriran, Devadatan and Dhanajayan. The 10 Vayus. The Abana Vayu Mudra exhalation, best for exhalation in the wastage in our body, and also this is best for relieve the gastric problem, and also it is prevent the heart problems. This mudra, how to practice this Abana Vayu Mudra? Just touch the index finger bottom of the thumb, other middle and ring finger touch the tip of the thumb, the little finger stretch out. This is called as Abana Vayu Mudra. This mudra is in the heart shape. This is best for relieve the heart problems and also gastric problems. Next one is Prana Mudra. The little finger and ring finger touch the tip of the thumb, other two fingers stretch out. This is called as Prana Mudra. It gives vital energy to our body and increase the oxygen level in our body and increase the eyesight and also stimulate the muscular system in our body. Next mudra is Surya Mudra. The ring finger touch the tip of the thumb, other three fingers stretch out. This is called as Surya Mudra. If you practice this Surya Mudra 5 to 10 minutes morning and evening, it may be reduce your body weight, and also this is reduce your tension. It increase the metabolism also. Then last one is Lotus Mudra. Lotus means Kamal. Lotus Mudra. Just you keep your fingers like this in front of your chest. This is called as Lotus Mudra. This mudra reduce your tension, stress, the psychological disorder also reduce from this mudras. And last one is, and another one mudra is Ganesha Mudra. Just you interlock the finger like this. In front, keep your arms in front of your chest. Breathe in, then breathe out. This type of Ganesha Mudra also reduce your tension. Okay, thank you.
എല്ലാവർക്കും നമസ്കാരം. ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ആത്മവിശ്വാസവും നൽകുന്നതിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കിയാണ് എല്ലാ വർഷവും ജൂൺ 21-ാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മദർ തെരേസ ഹൈസ്കൂൾ മുഹമ്മയിൽ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിൽ അധ്യക്ഷപദം അലങ്കരിച്ചത് നമ്മുടെ സ്കൂളിൻ്റെ ആദരണീയനായ ഹെഡ് മാസ്റ്റർ ജെയിംസ് കുട്ടി സാറാണ്. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും സഹപ്രവർത്തകർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന പ്രഥമ അധ്യാപകനാണ് സാർ. സാറിന് ഈ പ്രോഗ്രാമിൻ്റെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ സ്കൂളിലെ ഹിന്ദി അധ്യാപകനായ ബഹുമാനപ്പെട്ട ദുർഗാ പ്രസാദ് സാറാണ്. യോഗാ ദിനത്തിൻ്റെ പ്രാധാന്യവും ജീവിതത്തിൽ യോഗ ശീലമാക്കേണ്ടതിൻ്റെ ആവശ്യകതയും സാർ നമ്മളോട് പങ്കുവച്ചു. സാറിന് പ്രത്യേകം നന്ദി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നമുക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തത് ഡോക്ടർ വി വെള്ളിമുരുകൻ സാറാണ്. വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ ഇഫക്റ്റീവായിട്ട് എല്ലാവർക്കും പ്രയോജനകരമായ ഒരു ക്ലാസ് എടുത്ത സാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചത് പ്രശസ്ത ഫിലിം ആക്ട്രസായ അമല റോസ് കുര്യനാണ്. തൻ്റെ തിരക്കേറിയ സിനിമാ ജീവിതത്തിനിടയ്ക്കും നമ്മുടെ സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി സമയം കണ്ടെത്തിയ ആ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ സ്വാഗതം അറിയിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ സിമി മാത്യുവിനും അതുപോലെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ഗൗരി പ്രിയയ്ക്കും ഏഞ്ചൽ സജിക്കും പാർവതി പ്രദീപിനും പ്രത്യേകം നന്ദി. ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി ക്രമീകരിച്ചത് നമ്മുടെ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ ബഹുമാനപ്പെട്ട സനീഷ് മാവേലിൽ CMI ആണ്. സ്കൂളിൻ്റെ ഉന്നമനത്തിനു വേണ്ടി വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് അദ്ദേഹം. 2019 സൈക്കിൾ ദാന പദ്ധതിയും 2020 COVID-19 ഓൺലൈൻ ക്വിസും ഒക്കെ അച്ഛൻ്റെ പ്രവർത്തന മികവിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. അച്ഛന് 1000 നന്ദി. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും നമുക്ക് വേണ്ടി ചെയ്തു തന്നത് നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റായ ടോമിച്ചൻ സാറിൻ്റെ മകനായ അലൻ ടോമി കണ്ണയിലാണ്. അലനോടുള്ള സ്നേഹവും വളരെ ആത്മാർത്ഥമായി തന്നെ അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട വൈദികർക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും അതുപോലെ മദർ തെരേസ ഹൈസ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.